റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ഖൽബി മസലുർ റീശതി തുഖല്ലിബുഹാ അദ്ദിയാഹു ബിഫലാത്ത്. ഖൽബിന്റെ ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൂവൽ. ആ തൂവലിനെ വിജനമായ ഒരു പ്രദേശത്ത് കാറ്റിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റടിച്ച ആ തൂവൽ മാറിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ഒരുത്തന്റെ ഖൽബിന്റെ അവസ്ഥ. അതുകൊണ്ട് സഹോദര, നാം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ, അവനിലുള്ള ഈമാനിൽ, അവനിലുള്ള തവക്കുലിൽ, ഖൗഫിൽ, ഹുബ്ബിൽ, ഖൽബുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഉറച്ചു നിൽക്കാൻ, അവന്റെ ദീനിൽ ഖൽബിനെ ഉറപ്പിച്ചു നിർത്താൻ നാം പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമായിരുന്നു. ഷഹർ ഇബ്നു ഹൗശബ് പറയുന്നു, ഖാല ഖുൽതു ലി ഉമ്മി സലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ഞാൻ ചോദിച്ചു, യാ ഉമ്മുൽ മുഅ്മിനീൻ, ഏ മുഅ്മിനീങ്ങളുടെ മാതാവേ, മാ കാന അക്തർ ദുആഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ഇൻദക, നിങ്ങളുടെ അടുത്താകുമ്പോൾ റസൂലുള്ളാഹി ഏറ്റവും അധികം ദുആ ചെയ്യാറുള്ള കാര്യം എന്തായിരുന്നു? ഖാലത്ത്, അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന അക്തർ ദുആഇഹി, റസൂലുള്ളാഹി ഏറ്റവും അധികം ദുആ ചെയ്തിരുന്നത്, യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനെ അല്ലാഹുവിനെ വിളിച്ചു ചോദിക്കാൻ, തബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എന്റെ ഖൽബിനെ നീ ഉറപ്പിച്ചു നിർത്തേണമേ, നിന്റെ ദീനിൽ എന്റെ ഖൽബിനെ നീ ഉറപ്പിച്ചു നിർത്തേണമേ. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ ലി അക്തരി ദുആക് യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്, റസൂലേ, എന്തിനാണ് നിങ്ങൾ ഇത് ധാരാളമായി ദുആ ചെയ്യുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, നാം ഓരോരുത്തരും ഗൗരവത്തിൽ എടുക്കേണ്ട മറുപടി. റസൂലുള്ളാഹി പറഞ്ഞു, യാ ഉമ്മു സലമ, ഉമ്മു സലമ, ഇന്നഹു ലൈസ ആദമിയ്യുൻ ഇല്ലാ വഖൽബുഹു ബൈന ഉസ്ബുഅൈൻ മിൻ അസാബിഇല്ലാഹ്, ഒരു മനുഷ്യനുമില്ല അവന്റെ ഖൽബ് അല്ലാഹുവിന്റെ വിരലുകൾക്കിടയിൽ, രണ്ട് വിരലുകളുടെ ഇടയിലല്ലാതെ, അല്ലാഹുവിന്റെ വിരലുകളിൽ രണ്ട് വിരലുകൾക്കിടയിലല്ലാതെ ഒരു മനുഷ്യന്റെ ഖൽബുമില്ല. ഫമൻ ശാഅ അഖാമ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അത് നേരെ നിർത്തും. വമൻ ശാഅ അസാഖ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ തെറ്റിച്ചു കളയുകയും ചെയ്യും. നാം ഗൗരവത്തിൽ ദുആ ചെയ്യേണ്ടതുണ്ട്. നാം ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ ഖൽബിനെ അവന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ ധാരാളമായി ദുആ ചെയ്യേണ്ടതുണ്ട്. ഈ ദുആന്റെ മറ്റൊരു റിവായത്തിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പറയുമായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി ദീനിക് തബ്ബിത് ഖൽബി അലാ ദീനിക്. ഫഖാല ലഹു അസ്ഹാബുഹു വഅഹ്ലു, അപ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഹാബികളും കുടുംബക്കാരും റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അതഖാഫു അലൈനാ വഖദ് ആമന്നാ ബിക വബിമാ ജിഅത ബിഹി, നിങ്ങൾ ഞങ്ങളിൽ ഭയപ്പെടുകയാണോ? നിങ്ങൾ കൊണ്ടുവന്നതിൽ ഞങ്ങൾ വിശ്വസിച്ചു, അതിനുശേഷവും ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഖുലൂബ ബിയദില്ലാഹ് യുഖല്ലിബുഹാ, ഖൽബുകൾ അല്ലാഹുവിന്റെ കയ്യിലാണ്, അല്ലാഹു അത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. സഹോദര, നാം ഗൗരവത്തിൽ നമ്മുടെ ഖൽബിന്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കുകയും അത് ഉറപ്പിച്ചു നിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധാരാളമായി ചോദിക്കുകയും